ഹലോ, കുക്കിംഗ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പപ്പടത്തിൻ്റെ റെസിപ്പിയാണ്. ഓണം സ്പെഷ്യൽ പപ്പടമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ബോക്സിൽ റീപ്ലൈ തരിക, ബെൽ ബട്ടൺ ഓൺ ചെയ്യുക. ഓക്കെ, പപ്പടത്തിൻ്റെ റെസിപ്പിയിൽ ആവശ്യമായ എന്തൊക്കെയാണെന്ന് നോക്കാം. മിക്സി ജാറ് കഴുകിയിട്ട് നമ്മൾ എടുക്കാൻ ശേഷം ഉഴുന്ന് നല്ലവണ്ണം കഴുകി ഉണക്കിയിട്ട് മിക്സി ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ഇതാണ് നമ്മുടെ ഉഴുന്ന് പൊടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഒരു അരിപ്പയിലിട്ട് നല്ലവണ്ണം അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ഉഴുന്ന് പൊടി നമ്മൾ നമ്മുടെ അരിച്ചെടുത്ത ഉഴുന്ന് പൊടിയിൽ ഒരു നുള്ളി ഉപ്പിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കുഴക്കുക. ഒരിത്തിരി പിഞ്ചുപ്പാണ് ഇടേണ്ടത്. ആവശ്യത്തിന് ഞാൻ ഒരുപാട് ഉഴുന്നൊന്നും എടുത്തിട്ടില്ല, കുറച്ചാണ് എടുത്തത്. ഇനി അതിൽ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് അയഞ്ഞു പോകാൻ പാടില്ല. ഉഴുന്ന് മാവ് നമ്മളെ ഹാർഡായിട്ടായിരിക്കണം. പപ്പടം എന്നാലേ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കുഴച്ച മാവ് അത് നമ്മൾ ഇടിക്കട്ട എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മയപ്പെടുത്തി എടുക്കണം. എന്നാലാണ് പപ്പടം പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ മാവ് ഹാർഡായതുകൊണ്ടാണ് നമ്മളൊന്ന് ഇടിക്കട്ട കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ മയപ്പെടുത്തി വെക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ ഉരുളാക്കിയിട്ട് ചപ്പാത്തി പരത്തി നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട്, ജസ്റ്റ് നല്ല നൈസല്ല, ഒരു മീഡിയം സൈസിൽ. എന്നിട്ട് അതിനെ കട്ട് ചെയ്തൊരു പപ്പടത്തിൻ്റെ ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോ ഉരുളയും നമ്മളിതുപോലെ തന്നെ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ഇത് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് വെയിൽ കൊള്ളാൻ വെക്കുക. എന്നാൽ മാത്രമേ പപ്പടം പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് പപ്പടം ഒന്ന് ഉണക്കിയെടുക്കണം. നല്ലവണ്ണം ഇത് ഉണക്കിയെടുത്ത ശേഷം ഇതൊക്കെ പപ്പടം നല്ലവണ്ണം തിരിച്ച് മറിച്ച് വെയിൽ കൊണ്ട് ഉണങ്ങിയ പെർഫെക്റ്റായിട്ട് പപ്പടമാണിത്. ഇതൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റും, നമ്മൾ ശ്രമിച്ചാൽ. ഇതില്ലേ നല്ല പെർഫെക്റ്റായിട്ടുള്ള പപ്പടം ഇട്ട് നമ്മളൊരു കടായി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടുള്ള വെളിച്ചെണ്ണയിൽ നമ്മൾ ഓരോ പപ്പടവും കാച്ചിയെടുക്കുക. നോക്കിയാൽ എന്നുള്ള പെർഫെക്റ്റായിട്ട് ആ പപ്പടമൊക്കെ കിട്ടുന്നത്. ഒരു ഗോൾഡൻ കളറായിട്ട് നമ്മൾ പപ്പടം എടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് പൊടിച്ചാത്തിന് തിരി കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെ ഉള്ള പപ്പടമാണിത്. ഏറ്റവും നല്ല പപ്പടം ഉണ്ടല്ല, അതെല്ലാം പൊടിഞ്ഞു വന്ന്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഓൺ ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അയക്കുക, കമൻറ്റ് ബോക്സിൽ അയക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിലേക്ക് അയക്കുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഓൺ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ റീപ്ലൈ തരിക. വീണ്ടും കാണാം നെക്സ്റ്റ് ടൈമിൽ നല്ല റെസിപ്പി ആയിട്ട്. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് വീണ്ടും ഇടാൻ പറ്റും. നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. ഓക്കെ, ബൈ.